ഹലോ ഗൈസ്, നമുക്ക് കൃത്യം 4:30 തന്നെ നേവി ഷോ കാണാനായിട്ട് പോവാം. ഞാൻ ഇപ്പോൾ പോവുകയാണ് എൻ്റെ വീട്ടിലോട്ട്. എൻ്റെ വീട്ട് ബീച്ചിലാണ്. അപ്പോൾ ബീച്ചിൻ്റെ അവിടെ നിന്ന് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ വീട്ടിലോട്ടാണ് ഞാൻ പോകുന്നത്, കടപ്പുറത്തുള്ള വീട്ടിൽ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നേവി ഷോ കാണാം. ഗൈസ് നോക്കൂ ഗൈസ്, ശംഖോത്ത് നേവി ഷോ കാണാനായിട്ടുള്ള തിരക്കാണ് ഈ പോകുന്നതൊക്കെ. ഗൈസ് നോക്ക് ഗൈസ്, നമ്മുടെ ബീച്ചിൽ ജനങ്ങളെ കൊണ്ട് നിറയുകയാണ് ഗൈസ്. നോക്ക്, നിങ്ങൾ തന്നെ നോക്ക് ഗൈസ്. ആദ്യമായിട്ടാണ് ശംഖുമുഖം ബീച്ചിൽ ഇങ്ങനെ ഒരു നേവിയുടെ ഷോ വന്നപ്പോൾ ഇത്രയും ജനങ്ങളെ കൊണ്ട് നിറയുന്നത് തന്നെ. നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾ വെയിലും കൊണ്ട് നമ്മുടെ നേവി ഷോ കാണാനായിട്ട് ഇരിക്കുകയാണ്. പക്ഷേ ഇതുവരെ നേവി ഷോ സ്റ്റാർട്ടായിട്ടില്ല. നമ്മുടെ നേവിയുടെ കപ്പലൊക്കെ വന്ന് ബീച്ചിൽ കിടപ്പുണ്ട്, പക്ഷേ ഇതുവരെയും ഷോ തുടങ്ങിയിട്ടില്ല. ഈ നേവി ഷോ കാണാൻ വന്നപ്പോഴാണ് ആകാശത്ത് കൂടി നമ്മുടെ ഒരു പരുന്തെണ്ണ പറക്കുന്നത് കണ്ടത്. നമ്മൾ കാണാനായി കാത്തിരുന്ന ആ നല്ല മുഹൂർത്തത സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പം തന്നെ 3 ഹെലികോപ്റ്റർ നമ്മുടെ നേവിയുടെ പറന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ കൊടി കാണാൻ എന്താ രസം! എല്ലാവരും നോക്ക്, എന്താ രസം മോനെ, സെറ്റ് സാധനം. നോക്ക് ഗൈസ്, നിങ്ങൾ തന്നെ നോക്ക്. നമ്മുടെ വിക്രാന്ത് നിന്ന് ഒരു യുദ്ധവിമാനം പറന്നു പോകുന്ന പോക്ക് നോക്ക്, എന്താ പോക്ക് അല്ലേ ഗൈസ്. നമ്മുടെ തീരത്തൂടി ഹെലികോപ്റ്റർ പറന്നു വരുന്ന നോക്ക് ഗൈസ്. അതുമാത്രമല്ല, നമ്മുടെ നേവിയുടെ പൈലറ്റ് ആ ഹെലികോപ്റ്ററിനകത്ത് ഇരുന്നിട്ട് നമുക്ക് ടാറ്റ തന്നപ്പോൾ എന്താ കുളിർമയാ. എല്ലാവരും അവിടെ നിന്ന് എല്ലാവർക്കും ആകാംക്ഷയായി അത് കണ്ടപ്പോൾ തന്നെ. നമ്മുടെ ഇന്ത്യക്ക് ഇത്രയും യുദ്ധവിമാനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിശയമാണ്. വെറുതെ അല്ല പാകിസ്ഥാൻ ചൈനയൊക്കെ നമ്മളെ ഭയക്കുന്നത് തന്നെ. ഗൈസ്, നമ്മുടെ കോസ്റ്റ് ഗാർഡിന് പ്രത്യേക നന്ദി പറയണം. കാരണം എന്ന് വെച്ചാൽ ഇത്രയും സുരക്ഷ അവർ ഒരുക്കുന്നില്ല, അതിന് നന്ദി പറയണം. എന്താ രോമാഞ്ചം വരുത്തിക്കുന്ന രീതിക്കാണ് ഈ യുദ്ധവിമാനങ്ങൾ ഓരോ അഭ്യാസങ്ങൾ കാണിക്കുന്നത്. കണ്ടില്ലേ ഗൈസ് നിങ്ങൾ തന്നെ. അപ്പോൾ ഗൈസ്, എല്ലാം പറഞ്ഞ പോലെ ബൈ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഗൈസ്.